ചെന്നൈ താമ്പരത്ത് ട്രെയിനിൽ നിന്ന് 4 കോടി രൂപ കള്ളപ്പണം പിടിച്ച സംഭവത്തിലാണ് തിരുനെൽവേലിയിലെ ബിജെപി സ്ഥാനാർത്ഥിയും എംഎൽഎയുമായ നൈനാർ നാഗേന്ദ്രനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. പിടികൂടിയ കള്ളപ്പണവുമായി തനിക്ക് ബന്ധമില്ലെന്ന് നൈനാർ ഇന്നലെ പറഞ്ഞിരുന്നെങ്കിലും എംഎൽഎയെ പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പ്രതികൾ തിരുനെൽവേലിയിലേക്ക് പോകാൻ റെയിൽവേ എമർജൻസി കോട്ടയിൽ അപേക്ഷിച്ചത് നൈനാർ നാഗേന്ദ്രന്റെ ലെറ്റർ പാഡിലാണെന്നതും നൈനാറുടെ തിരിച്ചറിയൽ കാർഡ് പ്രതികളുടെ കൈവശമുണ്ടായിരുന്നുവെന്നതും നൈനാറിന്റെ വാദമുഖങ്ങളെ തള്ളിക്കളയുന്നതാണ്. പ്രതികൾ അവസാനം താമസിച്ച നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ചെന്നൈ പുരസൈവാക്കത്തെ ഹോട്ടലിലെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടെ പിടിച്ചെടുത്ത കള്ളപ്പണം തങ്ങൾക്ക് കൈമാറണമെന്ന ആദായനികുതി വകുപ്പിന്റെ ആവശ്യം ജില്ലാ കളക്ടർ തള്ളി. അതിനിടെ DMK മന്ത്രിസഭയിലെ രണ്ടാമനായ ദുരൈമുരുകന്റെ ബന്ധുവീട്ടിൽ നിന്ന് 10 ലക്ഷം രൂപ പിടിച്ചെടുത്തു. വെല്ലൂർ കെവിക്കുപ്പത്തെ വീട്ടിൽ നിന്നാണ് ഇന്ന് രാവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് പണം പിടിച്ചെടുത്തത്. ദുരൈമുരുകന്റെ മകൻ കദിർ ആനന്ദ് വെല്ലൂരിലെ DMK സ്ഥാനാർത്ഥിയാണ്. കർണാടകയിലെ ബെല്ലാരിയിലും അനധികൃതമായി സൂക്ഷിച്ച 5.6 കോടി രൂപയും 3 കിലോ സ്വർണവും 103 കിലോ വെള്ളിയും പിടികൂടി. 2 ജ്വല്ലറി ഉടമകളുടെ വീടുകളിൽ നിന്നാണ് രേഖകളില്ലാത്ത പണവും സ്വർണവും ഉദ്യോഗസ്ഥർ പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.